കണ്ണൂരിലെ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതായി ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. പറയൂ അജീഷ്. ഈ ടി.ഒ. മോഹനന്റെ പേര് കണ്ണൂർ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക യോഗം, ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അദ്ദേഹം ഈ കണ്ണൂർ മണ്ഡലത്തിൽപ്പെട്ട ബ്ലോക്ക് DCC ഭാരവാഹികളുടെ ഒരു പ്രത്യേക യോഗം ചേർന്നു. ഇന്ന് രാവിലെ ഈ അദ്ദേഹത്തിന്റെ പേര് പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് കണ്ണൂർ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളൊരു സൂചനകൾ വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ഒരു പ്രത്യേക യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ചില വാഗ്വാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ആ യുഗത്തിൽ നടന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കും. എന്തായാലും നിർണായക യോഗം ചേർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ തന്നെ കെ സുധാകരൻ്റെ പട്ടികയിൽ സുധാകരൻ അല്ലെങ്കിൽ അദ്ദേഹം നോമിനിയാക്കുന്ന ചിലർക്ക് സീറ്റ് കൊടുക്കുമെന്നായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പട്ടികയിൽ 3 പേരുടെ പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. മുൻ മന്ത്രിയുടെ മകൾ അമൃത രാമകൃഷ്ണനൊപ്പം തന്നെ റിജുൽ മാക്കുറ്റി, ഷമ്മാസ് അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു പരിഗണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി കെ സുധാകരന് വലിയ താല്പര്യമില്ലാത്ത ഒരു നേതാവിൻ്റെ പേര് കണ്ണൂർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് കെ സുധാകരൻ ക്യാമ്പിന് വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിന് പിന്നാലെയാണ് ടി.ഒ. മോഹനൻ ഒരു പ്രത്യേക ഗ്രൂപ്പ് യോഗം വിളിച്ചു ചേർത്തത്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ഉറപ്പ് ലഭിച്ചതോടെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ യോഗത്തിൽ ചില വാഗ്വാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. എസ്കീൻ. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.